എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമുത്തരാർത്ഥം അധ്യായം 68 ശ്ലോകം 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 11 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. സോഭിവന്ദ്യ അംബികാപുത്രം ഭീഷ്മം ദ്രോണം ച ബാഹ്ലികം ദുര്യോധനം ച വിധിവത് രാമമാഗതമബ്രവീത്. ഉദ്ധവൻ രാജധാനിയിൽ ചെന്ന് ആദ്യം ധൃതരാഷ്ട്രരെയും പിന്നെ ക്രമേണ ഭീഷ്മര്, ദ്രോണര് ഇവരെയൊക്കെ വിധിപ്രകാരം ആചാരോപചാരങ്ങളൊക്കെ ചെയ്ത് വന്ദിച്ചു. എന്നിട്ട് അതിനുശേഷം ബലരാമൻ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. തേ വിപ്രീതാസ്തമാകർണ്യ പ്രാപ്തം രാമം സുഹൃത്തമം തമർച്ചയിത്വാപിയയു സർവേ മംഗളപാണയ. തങ്ങളുടെ പരമസുഹൃത്തായിരിക്കുന്ന ബലരാമൻ വന്നിട്ടുണ്ട് എന്നങ്ങോട്ട് കേട്ടപ്പോ അവരെല്ലാവരും വളരെ സന്തോഷിച്ചു. ഉടനെ ഉദ്ധവനെ വേണ്ട പോലെ സൽക്കരിച്ചു. കാഴ്ചദ്രവ്യങ്ങള് കയ്യിലെടുത്തുകൊണ്ട് ബലരാമനെ എതിരേറ്റുകൊണ്ടുവരുവാനായിട്ട് പോവാണ് എല്ലാവരും. തം സംഗമ്യയഥാന്യായം ഗാം അർഘ്യം ച നിവേദയൻ തേഷാം യേ തൽപ്രഭാവജ്ഞാഃ പ്രണേമു ശിരസാബലം. അവര് ബലരാമന്റെ അടുത്ത് എത്തി വയസ്സിന്റെ ക്രമം അനുസരിച്ച് ആലിംഗനം നമസ്കാരമൊക്കെ ചെയ്തു. ആദ്യം സൽക്കരിച്ചു, പിന്നെ ശാസ്ത്രപ്രകാരം ചെയ്യേണ്ട ആതിഥ്യം ഒക്കെ സമർപ്പിച്ചു. ഒന്നാമതായിട്ട് ധേനു, പിന്നെ നാളികേരം, പുഷ്പം, താമ്പൂലം മുതലായിട്ടുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ മുൻഭാഗത്ത് വെച്ച് നിവേദിച്ചു. അതാണ് ആതിഥ്യം സമർപ്പിക്കല്. പിന്നെ അവരുടെ സംഘത്തില് വൃദ്ധന്മാരായവരിൽ വെച്ച് ബലരാമന്റെ പ്രഭാവം നന്നായിട്ട് അറിയുന്ന ചിലര് വയസ്സൊന്നും നോക്കാതെ അദ്ദേഹത്തിന്റെ പാദങ്ങളില് സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാനാണ് ബലരാമസ്വാമി എന്ന് അറിഞ്ഞുകൊണ്ട് അവര് അദ്ദേഹത്തിന്റെ പാദങ്ങളില് വീണ് നമസ്കരിച്ചു. ബന്ധൂൻ കുശലിന ശ്രുത്വാ പൃഷ്ട്വാ ശിവമനാമയം പരസ്പരമഥോ രാമോ ബഭാഷേ അവിക്ലവം വച. എല്ലാവർക്കൊക്കെ ബന്ധുക്കൾക്കൊക്കെ സുഖല്ലേ എന്ന് വരെ രാമസ്വാമി ചോദിച്ചു. അതെല്ലാവരും സുഖാണെന്ന് അറിഞ്ഞപ്പോ അങ്ങനെ കുരുവൃദ്ധന്മാരും അവര് തമ്മിൽ അന്യോന്യം കുശലപ്രശ്നമൊക്കെ ചെയ്ത് എല്ലാവരും കൂടി വളരെ രസമായിട്ട് സംസാരിച്ചു. പിന്നെതാ ഗൗരവപൂർവം ആ ഉചിതമായ വാക്ക് ബലരാമസ്വാമി അവരോട് ധീരതയോടെ പറയാണ്. ഉഗ്രസേനക്ഷിതീശേഷോ യദ്വാജ്ഞാവയൽ പ്രഭു തദാവ്യഗ്രധിയ ശ്രുത്വാ കുരുത്വം മാ വിളംബിതം. രാജരാജനായ ഉഗ്രസേന മഹാരാജാവ് നിങ്ങളോട് കൽപ്പിക്കുന്നത് സശ്രദ്ധം കേട്ട് അതിൻ പ്രകാരം വേഗം അതിന് ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളിൻ എന്ന് ബലരാമസ്വാമി പറഞ്ഞു. യദ്യൂയം ഭഗവസ്ത്വേകം ജിത്വാ ധർമ്മേണ ധാർമ്മികം അവധ്നീതാത തന്മൃഷ്യേ ബന്ധൂനാം ഐക്യകാമ്യയാ. ഗുരുസേന മഹാരാജാവ് പറഞ്ഞു വെച്ച കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ബലരാമസ്വാമി പറയാണ്. നിങ്ങള് അനേകം പേര് ഒരേ സമയത്ത് ധർമ്മിഷ്ഠനായ ഒരുവനോട് എതിർത്തത് രാജനീതിക്ക് ചേർന്നതല്ല, അതിന് വിരോധമാണ് നിങ്ങൾ ചെയ്തത്. ഒരാളോട് ഒരിക്കൽ ഒരാൾ മാത്രമേ എതിർക്കാൻ നിയമമുള്ളൂ. അങ്ങനെയാണ് യുദ്ധത്തില്. ആ ധർമ്മം ആലോചിക്കാതെ പലരും ഏകകാലത്തിൽ ഒരുമിച്ച് ചേർന്ന് ജയിച്ച് അവനെ നിങ്ങൾ ബന്ധനത്തിലാക്കി. ബന്ധുക്കളായ നിങ്ങളോട് ശത്രുത പുലർത്തരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ ചെയ്ത ആ അധർമ്മത്തെ ഇപ്പോ ക്ഷമിക്കണം. വീര്യശൗര്യബലോന്നത്തം ആത്മശക്തി സമം വച കുരവോ ബലദേവസ്യ നിശമ്യോജു പ്രകോപിതാഹ. രാമസ്വാമി യുദ്ധത്തിൽ പാടുന്ന ആളല്ല. പ്രവർത്തിക്കാൻ വേണ്ടുന്ന ഉത്സാഹവും ദേഹശക്തിയും ഒക്കെ വേണ്ട പോലെയുള്ള ആളാണ്. അത്രയും ബലവാനാണ്, ഉത്സാഹവാനാണ്, ധൈര്യവാനുമാണ്. അതുകൊണ്ട് തുറന്നു തന്നെ എല്ലാം സംസാരിച്ചു.
ബലരാമന്റെ യോഗ്യത അനുസരിച്ചുള്ള ആ സംസാരം മുഴുവൻ അദ്ദേഹം ചെയ്തു. എന്നാലോ അത് കേട്ടപ്പോ ആ കുരുക്കൾക്ക് ദേഷ്യം വരിക ചെയ്തത്. അവര് കോപിച്ചുകൊണ്ട് പറഞ്ഞു, അഹോ മഹച്ചിത്രമിതം കാലഗത്യാതുരത്യ ആരുരുക്ഷത്യുപാനത്വൈ ശിരോ മുകുടസേവിതം. അവര് പറയാണ്, ഇതെന്തൊരാശ്ചര്യം! ആഹാ, അത് ശരി, കാലത്തിന്റെ ഗതിവിശേഷം അതിക്രമിക്കാൻ കഴിയാത്തത് തന്നെ. കിരീടം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ശിരസില് പാദരക്ഷയ്ക്ക് കയറിയിരിക്കാൻ ആഗ്രഹം വന്നിരിക്കണു. ആഹാ, അത് ശരി. ചെരുപ്പ് കയറി തലയിൽ വന്നിരിക്കാൻ പോവാണല്ലേ. അവർക്ക് ചെരുപ്പിന് തലയിൽ കയറി ഇരിക്കണം എന്നാണല്ലേ ആഗ്രഹം. കിരീടം വെച്ച ശിരസില് ജനങ്ങള് യോഗ്യന്മാരായ ഞങ്ങളോടെ കൽപ്പിച്ചു തുടങ്ങിയിരിക്കണു. അത് ശരി. ഏതേ യൗനേന സമ്പദ്ധാഹ സഹശയ്യാസനാശനാഹ വൃഷ്ണയസ്തുല്യതാം നീത അസ്മദ്ദത്ത നിർവാസനാഹ. ഈ വൃഷ്ണിവംശത്തിൽ നിന്ന് ഞങ്ങളുടെ കുലത്തിലേക്ക് കുന്തിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു. അപ്പോഴേക്കും ഇവർക്ക് ഞങ്ങളോടൊപ്പം ഇരിക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനും ഞങ്ങള് ഒരു അധികാരം നൽകി. എന്നു മാത്രല്ല രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയും കൂടി ഞങ്ങൾ കൊടുത്തു. ഇങ്ങനെ വൃഷ്ണികളെ ഞങ്ങൾക്ക് തുല്യരാക്കി തീർത്തത് ഞങ്ങൾ തന്നെയാ. എന്നിട്ട് ഇപ്പൊ പറയണ കേട്ടില്ലേ? അത് ശരി. ചാമരവ്യജനേ ശംഖമാതപത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യം ഭുജന്ത്യസ്മതുപേക്ഷയാ. ഈ വൃഷ്ണികൾക്ക് ചിഹ്നങ്ങൾ യാതൊന്നും ധരിക്കാൻ അധികാരമില്ല. ഞങ്ങള് ആ കാര്യമൊന്നും അത്ര കാര്യാക്കിയില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടു. അതുകൊണ്ട് എന്താ, ഇപ്പൊ ഇവര് ആലവട്ടം, വെഞ്ചാമരം, ശംഖം, വെൺകൊറ്റക്കുട, കിരീടം, സിംഹാസനം, രാജോചിതമായ ശയ്യ ഇതൊക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. അലം യദൂനാം നരദേവലാഞ്ചനേ ധാതു പ്രദീപേ ഫണിനാമിവാമൃതം യേ അസ്മൽ പ്രസാദോപചിതാ യാദവാ ആജ്ഞാപയന്ത്യദ്യഗതത്ര പാപദ. പാമ്പിന് പാല് കൊടുത്താൽ കൊടുത്തവർക്ക് തന്നെ ഉപദ്രവം എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. അതുപോലെ ഞങ്ങളുടെ അനുഗ്രഹം കൊണ്ട് അഭിവൃദ്ധി പ്രാപിച്ച യദുക്കള് അവരുടെ രാജചിഹ്നങ്ങൾ കൊണ്ട് ഞങ്ങളോട് തന്നെ ആജ്ഞാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ശരി. ഇനി മേലെ യാദവന്മാർക്ക് യാതൊരു രാജചിഹ്നങ്ങളും ധരിക്കാൻ പാടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ വെക്കാൻ പോവാ. എല്ലാം ഇപ്പോൾ അപഹരിക്കാൻ നമുക്ക്. ഞങ്ങളോട് കൽപ്പിക്കാൻ ഇവർക്ക് ലജ്ജയില്ലേ? കഷ്ടം തന്നെ എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.